40 വയസ്സ് കഴിഞ്ഞാൽ അധികം മദ്യപിക്കരുത് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചെറുപ്പക്കാർ ചെറിയ തോതിൽ കഴിക്കുകയും എന്നാൽ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുടിയോട് കൂടിയാണ് എന്നൊരു അവസ്ഥയുമുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടത് 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം പ്രത്യേകിച്ച് BMR താരതമ്യേന കുറയുകയും മദ്യപിക്കുന്നവരിൽ ഒരു ചെറുപ്പക്കാരിലുള്ളതിനേക്കാൾ ഡബിൾ ഓപ്പോസിറ്റ് എഫക്ട്, അപകടകരമായിട്ടുള്ള എഫക്ട് കൂടുന്നത് 40 വയസ്സിന് ശേഷം മദ്യപിക്കുന്നവരിലാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ മെറ്റബോളിസം മോശമാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കരളിനെ ഇതിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യത കുറഞ്ഞു വരികയും കരളിനെ ഇത് വളരെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ഇത് ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം സ്ലോ ആകുകയും നമ്മുടെ ഉറക്കം കുറയുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ തലച്ചോറിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ്, മെമ്മറി, അതായത് ഓർമ്മശക്തി, ഇതെല്ലാം താരതമ്യേന കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് വരാം. ഇത് നമ്മുടെ രക്തക്കുഴലിനെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടി വരുന്നുണ്ട്. 40 വയസ്സിന് ശേഷം മദ്യപിക്കുന്നത് താരതമ്യേന നമ്മുടെ ശരീരത്തിനകത്ത് കാൽഷ്യത്തിനെ വലിച്ചെടുക്കുന്ന കുറയ്ക്കുകയും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു വരികയും ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, പൊതുവേ പ്രായം ചെല്ലുമ്പോൾ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലുകളുടെ ആരോഗ്യം കുറയും. അതോടൊപ്പം മദ്യപിക്കുന്നവരിലാണെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലുകളുടെ ശോഷണം സംഭവിക്കുകയും പെട്ടെന്ന് എല്ലുകൾ ഒടിവ് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇങ്ങനെ ശരീരത്തിലുള്ള A to Z പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് 40 വയസ്സിന് ശേഷമുള്ള മദ്യപാനം വരും. 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ.